അതേസമയം തന്നെ നിലമ്പൂരിലെ ആവേശ പോരാട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മിന്നും വിജയം നേടിയപ്പോൾ തല ഉയർത്തി നിന്നത് PV അൻവറാണ്. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം 19,000-ലധികം വോട്ട് നേടിയ PV അൻവർ എന്ന് പറയുന്ന ഫാക്ടർ നിലമ്പൂരിൽ ആഞ്ഞടിച്ചു. പിടിച്ചത് പിണറായിസത്തിനെതിരായുള്ള പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ UDF വളരെ തിളക്കമാർന്ന ഒരു വിജയം നേടിയിരിക്കുകയാണ്. അപ്പോൾ എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിലമ്പൂർ ഇടതിന് സ്വാധീനമുള്ള മണ്ഡലമല്ല എന്ന് പറയുമ്പോൾ പോലും ആ അർത്ഥത്തിലായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിശാസൂചന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹേഷ്, എവിടെയാണ് നിലമ്പൂരിൽ LDFന് പാളിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്? ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഒരു ന്യായവാദം എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതിനെ ന്യായവാദത്തിന് എടുത്താൽ പോലും എവിടെയാണ് പാളിയത് എന്ന് CPM കണക്കുകൂട്ടുന്നത് എവിടെയാണ്? ഇക്കാര്യത്തിൽ PV അൻവറിനെ ഉള്ള ജനസ്വാധീനം അത് കുറച്ച് കണ്ടിരുന്നില്ല പാർട്ടി. CPMന് ബോധ്യമുണ്ടായിരുന്നു PV അൻവറിന് അവിടെ വോട്ടുകളുണ്ട് എന്ന്. പക്ഷെ PV അൻവർ അത്തരത്തിലേക്ക് വോട്ടുകൾ പിടിച്ചു മാറ്റുമ്പോൾ അത് UDFന്റെ കിട്ടേണ്ട വോട്ടുകളായി മാറുന്ന വോട്ടുകളാണ്. അപ്പോൾ ആ UDFന്റെ ആ വോട്ടുകൾ മാറുന്നു. ഈ സാഹചര്യത്തിൽ M സുരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്നത് വഴി, അത് പാർട്ടിയിനെതിരെ മത്സരിക്കുന്നത് വഴി ആ പാർട്ടി വോട്ടുകൾ അൻവറിലേക്ക് പോവുകയില്ല. അതേസമയം UDFന് അൻവർ വഴി കിട്ടേണ്ട വോട്ടുകൾ അൻവർ പിടിച്ചു മാറ്റുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ജയിച്ചു വരാമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് LDFന് ഉണ്ടായിരുന്നത്. 2006 P ശ്രീരാമകൃഷ്ണൻ 69,000-ൽ പരം വോട്ടുകൾ നേടിയൊരു മണ്ഡലമാണ് അത്. ഏകദേശം ബേസ് 60,000 വോട്ട് എപ്പോഴും LDFന്, തോമസ് മാത്യു മത്സരിക്കുമ്പോഴടക്കം 60,000 വോട്ടുകൾ പൊതുവെ LDFന് കിട്ടുന്ന ഒരു മണ്ഡലം കൂടിയാണത്. അതിന് പ്ലസ് ആയിട്ട് അതിന് മേൽ വോട്ട് അൻവറിൻ്റെ കയ്യിൽ നിന്നും അൻവറുടെ സ്വാധീനം കൊണ്ട് അൻവർ നേടിയെടുത്ത വോട്ടുകൾ കൊണ്ടാണ് LDF ജയിച്ചു വന്ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും. അപ്പോൾ ഇവിടെ അൻവർ നിൽക്കുമ്പോൾ ആ നില വ്യത്യാസം വരുന്നു. അതായത് വിജയിക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ചെറിയ ഭൂരിപക്ഷത്തിനായാലും M സുരാജ് വിജയിച്ചേക്കുമെന്ന് ഒരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും നേതാക്കൾക്ക് അവർക്ക് കൃത്യമായി തന്നെ അതിനു മുമ്പ് തന്നെ അവർ ഈ അപകടം തിരിച്ചറിഞ്ഞിരുന്നു. ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ നേരത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് MV ഗോവിന്ദൻ അന്നത്തെ വിവാദമായ പ്രസ്താവന വന്നു. അതിനുശേഷം വാർത്താ സമ്മേളനത്തിന് കഴിഞ്ഞ് സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ അത് പ്രകടമായിരുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലും അത് വ്യക്തമാക്കി, ശില്പശാലയിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൊണ്ട് നിരാശപ്പെടേണ്ടതില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇവിടെ, അതായത് വഴിക്കടവിൽ നിന്നും വഴി തുറന്ന് ഇറങ്ങി വന്ന ആര്യാടൻ ഷൗക്കത്ത് അമരമ്പലത്തും അമരത്ത് നിൽക്കുകയാണ്. അപ്പം അവിടെ ഒറ്റക്കൊമ്പൻ പോലെ അവിടെ PV അൻവർ വോട്ടുകൾ നേടുന്നു. അവിടെ M സുരാജിനെ പോലെ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും LDFന് മുന്നേറാൻ കഴിയാതെ പോയപ്പോൾ അതൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു LDF. അപ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് LDFനെ ആശങ്കപ്പെടുത്തുന്നത്. കാര്യങ്ങൾ ഇത്തരത്തിലേക്ക് പോയാൽ 2026-ൽ മൂന്നാമത് ഒരു LDF സർക്കാർ, ഈ പിണറായി സർക്കാരോ അത്തരം കൊണ്ടുവരണമെങ്കിൽ ഇനി ഇതുപോലെ പോയാൽ പോരാ എന്ന ഒരു തിരിച്ചറിവ് CPMന് നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ CPM തയ്യാറായേക്കും, ഭരണത്തിലടക്കം മാറ്റം വരുത്താൻ തയ്യാറായേക്കും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. തദ്ദേശ ഭരണത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടണം, നിലനിർത്തണം ഇപ്പോഴുള്ള നിലവിലുള്ള സീറ്റുകൾ എന്ന തരത്തിലേക്ക് തന്നെ അതിനെന്തൊക്കെ ചെയ്യണം എന്ന തരത്തിൽ ആലോചിക്കാൻ ശില്പശാല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപായിട്ട് തന്നെ, ഫലം വരെ തൊട്ട് മുമ്പായിട്ട് തന്നെ ഇന്നലെ AK സെൻറ്ററിൽ ചേരുകയും ചെയ്തു. അത്തരത്തിലേക്ക് CPM തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കാരണം ഇത്ര അപകടകരമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് LDFന്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബിനൽ, തീർച്ചയായും മഹേഷ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ CPMനെ സംബന്ധിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. മഹേഷ്, അതിനു മുൻപ് നിരവധി ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായി ഉയർന്നു വരികയില്ലേ? പ്രത്യേകിച്ച് MV ഗോവിന്ദന്റെ ഈ RSS ചേർന്ന് പ്രവർത്തിച്ചു എന്ന വിധത്തിലുണ്ടായിരുന്ന ആ വലിയ വിവാദമായ തെരഞ്ഞെടുപ്പിന്റെ തലേന്നുണ്ടായിട്ടുള്ള പ്രസ്താവന ഉൾപ്പെടെയുള്ള പല ഫാക്ടറുകൾ അവിടെ ചോദ്യചിഹ്നമായി ഉയർന്നു വരികയില്ലേ? ഇപ്പോൾ യഥാർത്ഥത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ, മഹേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ P ശ്രീരാമകൃഷ്ണന് ശേഷം 20 വർഷത്തോളത്തിന് ശേഷമാണ് അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPIMന്റെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്ന്, ആരാധകർ നിരവധിയുള്ള ജനകീയ മുഖങ്ങളിൽ ഒന്നിനെ തന്നെ മത്സരിപ്പിച്ചിട്ടും ഇത്ര വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ CPIMന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ലേ നേതൃത്വത്തിനെതിരെ?
ഇക്കാര്യത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആ ഒരു മികവ് രണ്ടാം പിണറായി സർക്കാരിന് ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലുമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ കൂടി അവിടെ നിലമ്പൂരിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ്. കാരണം അവിടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ അടക്കം സജീവമായിട്ടുണ്ട്. അത് നിലമ്പൂർ മാത്രമല്ല മറ്റു പല ജില്ലകളിലും ഇതേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെയും കൂടുതൽ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഭരണത്തിന് അനുകൂലമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്നത് വ്യക്തമാണ്. ആ തിരിച്ചറിവാണ് LDFന് സമ്മാനിക്കുന്നത് ഈ പരാജയം. കാരണം ഇക്കാര്യത്തിൽ ഒരു സ്ഥാനാർത്ഥി മോശമായിരുന്നില്ല. ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടെ ആയിരുന്നു. ഇതിലും മോശമായ ഒരു തരത്തിലേക്കുള്ള ഒരു ഫലമായിരിക്കും LDFന് സംബന്ധിച്ച് കിട്ടാൻ പോകുന്നത്. കാരണം അത്തരത്തിലേക്ക് പാർട്ടി വോട്ടുകൾ പോലും പരമാവധി അവർക്ക് ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അതൊക്കെ തന്നെയും പാർട്ടി വിലയിരുത്തുന്നത് മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ എം സ്വരാജിനെ പോലെ അത് നിലമ്പൂരുകാരനായ നിലമ്പൂർ ജനിച്ചു വളർന്ന എം സ്വരാജിന് പോലും അത്തരത്തിലേക്ക് ആ വിജയം നേടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും 2006 ശ്രീരാമകൃഷ്ണൻ നേടിയ 69,000 വോട്ടിൻ്റെ അത്രയും വോട്ടുകൾ എം സ്വരാജിന് നേടാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു. അപ്പോൾ പാർട്ടിയുടെ നിലയിൽ തന്നെ, അതായത് പ്രാദേശിക തലത്തിലൊക്കെ തന്നെയും പാർട്ടി ജനങ്ങളുമായി അകന്നു പോകുന്നു എന്ന തരത്തിലേക്കുള്ള വിലയിരുത്തലൊക്കെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലടക്കം ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഫലമായിട്ടാണ് പാർട്ടി നിലമ്പൂർ ഫലത്തെ കാണുക. പുറമേ പറയുന്നതിനപ്പുറത്തേക്ക് ഇഴകേറിയത് പാർട്ടി പരിശോധിക്കും. പാർട്ടി ഇടപെടേണ്ടി വരും. കീഴിടങ്ങളിൽ ഇടപെടേണ്ടി വരും. കാര്യങ്ങൾ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ഇപ്പോൾ 10 വർഷത്തോളം ആകുന്നു ഈ സർക്കാർ വന്നിട്ട്. അതിനുശേഷം, അതായത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മെമ്പർഷിപ്പിലേക്ക് വന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. 51% പേർ അത്തരത്തിലുള്ളവരാണ് എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഇനി ഈ LDF സർക്കാർ തുടർച്ചയുണ്ടാക്കാൻ കഴിയൂ എന്ന് പാർട്ടിക്ക് തിരിച്ചറിയാനുള്ള പാഠമായിട്ട് നിലമ്പൂർ ഫലം മാറുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടിയാൽ മാത്രമേ ഈ ആഘാതത്തിൽ നിന്നും LDFന് കരകയറാൻ കഴിയുകയുള്ളൂ. ബിനൽ, ഓക്കെ, വളരെ വ്യക്തമാണ്. അപ്പോൾ ആ വിധത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ LDFന് ഈ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി തന്നെ അവിടെ നിൽക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത്.